അല്ല, മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഡോക്ടറേട്ടൻ വരാതെ ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടോ? എന്റെ പൊന്നെ, നിന്റെ കാര്യമല്ല ചോദിച്ചത്, അമ്മൂന്റെ കാര്യ. അതെങ്ങനെ പൊന്നാര അങ്കിൾ വരാതെ പൊന്നുമോൾ ഉറങ്ങണേ? അത് ശരിയാണല്ലോ. ദേ, ഇത് നിന്റെ അച്ഛൻ നന്നയച്ചതാ. എന്റെ അച്ഛനോ? നോക്കട്ടെ. നിന്റെ അച്ഛനല്ല പൊന്നെ, ഈ കുട്ടിയുടെ അച്ഛനാ. ഇതിൽ ഉടുപ്പോ കളിപ്പാട്ടോ മറ്റോ ആണ്. ഇവളുടെ അച്ഛനെന്താ മറിഞ്ഞിരുന്ന സ്നേഹം കാണിക്കൽ ഒളിവിലാണോ? വന്ന് വിളിച്ചുകൊണ്ട് പോവാൻ പറയവളെ. നീ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചാ? അങ്കിൾ, എന്നെ ഈ കാറിൽ കൊണ്ടുപോയി ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കാണിക്കോ? അത്രയല്ലേ വേണ്ടൂ. മോളെ നാളെ രാവിലെ ഇവിടെ ഒക്കെ ചുറ്റി കാണിക്കാം. അത് ശരി, പിന്നെ കയറി വരുന്നു. പോടോ, കാര്യമൊക്കെ ശരി. ദേഹത്തോട്ടുള്ള കാര്യമൊന്നും വേണ്ട. ഓ, നേരായി ക്ഷമിക്കുന്നു. തനിക്ക് തരാൻ സാധനമൊന്നുമില്ലടോ. വെറുതെ നല്ല കാശ് വന്നിട്ടല്ലേ. അടി കിടങ്ങ് പോടോ. ഷൈൻ ചെയ്യല്ലേ. കണ്ടോളാം. അനിയത്തി, വിദ്യമോളെ, നിൽക്ക്. ആ കാറിന് പുറകെ വിടും. എന്ത് വേണം? ഇതെന്റെ അനിയത്തിയാ, വിദ്യമോള്. തനിക്ക് വീട് തെറ്റി. ഇത് വിദ്യയും വീണയൊന്നുമല്ല, അമ്മുവാ. ഇല്ല, എനിക്ക് തെറ്റിയിട്ടില്ല. ഇത് വിദ്യ തന്നെയാ. നീ എന്താ കഞ്ചാവ് വിദ്യയാണ് കിദ്യാണ്. മര്യാദക്ക് പോണം. ഞാൻ കള്ളും കഞ്ചാവൊന്നും അടിച്ചിട്ടില്ല. എനിക്ക് നല്ല ബോധമുണ്ട്. മര്യാദക്ക് പോണോ അതോ പോലീസിനെ വിളിക്കണോ? പോളൂ, ഏട്ടൻ പോവാ. പോട്ടെ. പോള് വിഷമിക്കണ്ട. അയ്യോ ചേട്ടാ, ഇത് നമ്മുടെ മായ ചേച്ചിയുടെ. മായ ചേച്ചിയുടെ അകത്ത് കേറാൻ പറഞ്ഞ പിന്നെ ഓരോരുത്തന്മാരുണ്ട് അങ്ങ് ഭ്രാന്തായിട്ട്. അവള് കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ. നിനക്ക് വിശപ്പുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കോ. നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇവള് വന്നേ പിന്നെ എന്നെ കൊഞ്ചിക്കയോ ഒരു നല്ല വാക്ക് പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോളകത്ത് എന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങ്. അങ്കിൾ ഈ ആന്റി ഒന്ന് കൊഞ്ചിക്കിട്ടെ. വേണ്ട മോൾ, മോൾ ചെയ്തു. ഇനി മോള് വന്നേ. എഞ്ചിരട പൊന്നെ. അയ്യാടാ, തള്ള കൊഞ്ചാൻ വന്നിരിക്കുക. ഉയിലിക്ക് വെക്കേണ്ട സമയായി. എന്നിട്ട് വന്നെങ്ങനെ കത്തെഴുതും. പിന്നെ നിന്നെ കൊഞ്ചിക്കാനുള്ള കരാറിലാണല്ലോ ഞാൻ കെട്ടിയത്. അച്ഛന് കത്തെഴുതും. നല്ല അച്ഛൻ. ഗേറ്റടച്ച് മോളകത്തേക്ക് പോയിക്കോ. നീ എന്താ ഇങ്ങനെ നോക്കണ? എന്നെ മറന്നോ മോളെ? ഞാൻ നിന്റെ ഏട്ടനാ, എന്റെ വിനുവേട്ടൻ. വിനുവേട്ടനോ? എന്നെ അങ്ങനെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. സത്യമായി ഞാൻ നിന്റെ ഏട്ടനാ. നോക്ക്, മോക്ക് വേണ്ടി എന്തൊക്കെയാ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ, എടുത്തോ എടുത്തോ. മോളെ,
ഒറ്റയ്ക്ക് വന്നാൽ ഏട്ടൻ ഒത്തിരി സ്വീറ്റ്സ് ഇതുപോലെ വാങ്ങിത്തരാം. അമ്മോ, അയ്യോ ആന്റി, ഞാൻ പിന്നെ വരാം. അമ്മു, എന്താ അവിടെ? ഒന്നുമില്ല. മോളിത് കണ്ടോ? ഇഷ്ടായോ? ഇഷ്ടായി, നല്ല ഇഷ്ടായി. എന്നതാ? ഇതെങ്ങനെ കറക്കണേ? ഞാൻ കാണിച്ചു തരാം. വിദ്യമോളെ, നിനക്ക് വേണ്ടി നിന്റെ വിനുവേട്ടൻ എന്തൊക്കെയാ ഒരുക്കിയിരിക്കുന്നത് നോക്കിക്കേ. ഇതാ, മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ഏട്ടനാ. എന്റെ വിദ്യമോൾക്ക് മതിയാവോളം ഇവിടെ കളിച്ചു നടക്കാം. അയ്യേ, വിദ്യയോ? ഞാൻ വിദ്യയല്ല, അമ്മയാ. ഇല്ല, അത് നിന്നെ അറിയാത്ത ആരൊക്കെയോ വിളിക്കുന്ന പേരല്ലേ. എന്റെ അനിയത്തിയെ ഞാൻ തന്നെ ഇട്ട പേര് വിളിക്കാനാണ് എനിക്കിഷ്ടം. വിദ്യ, വിദ്യമോൾ. അങ്ങനെ നിക്കട്ടെ. സൈക്കിൾ ഓട്ടിയത് മതി, ഇനി നമുക്ക് വേറെ കളിക്കാം. അയ്യോ, ആന്റി ഉണർന്നിട്ടുണ്ടോ? എനിക്ക് പോണം. ഏട്ടനെ തളിച്ചാക്കി പോവല്ലേ മോളെ. ആന്റി ഉറങ്ങുന്ന സമയത്ത് നാളെ വരാം. ഓക്കെ. ചേട്ടൻ പോയിട്ട് നാളെ വരാം. ടാറ്റാ. 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 വാ. ഹലോ. ഇരിക്കേ. ഞാൻ കണ്ടപ്പോ വീശിയിട്ടുണ്ട്. തനിക്കും ആകാലോ ഒരു സ്മോള് അല്ലേ? എനിക്കിത് ശീലമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയും. ജസ്റ്റ് ഫോർ എ കമ്പനി. അല്പം വീഞ്ഞ് ബോധത്തെ തെളിയിക്കുന്നു ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ടോ. സോ പ്ലീസ്. ചിയേഴ്സ്. ഇത് രാവിലെ ഉച്ചക്കും വൈകിട്ടും 3 നേരം സേവിക്കാനുള്ള അങ്ങ് വലിക്കണോ. വെരി ഗുഡ്. ഞാനിപ്പോ വരാം. വിജയ്, കുറെ നാളായി നിങ്ങളുടെ മനസ്സിനെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ പോകുന്നു. കാനഡയിൽ നിന്നൊരു ദമ്പതികൾ അമ്മുവിനെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യം കാണിച്ചിരിക്കുന്നു. അമ്മുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അമ്മൂന് സന്തോഷവും സുരക്ഷിതത്വവും ഉള്ള ഒരു അവസ്ഥ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. തീർച്ചയായും ഈ ദുരന്തങ്ങളിൽ നിന്നുള്ളൊരു മോചനമായിരിക്കാം കുട്ടിക്കിത്. ശശികലയുടെ കണ്ണുനീര് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാളൊത്തിരിയായി. പാവം, എന്തിനാ ഈശ്വരൻ അവളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്?
ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കാനും അവരുടെ വേദന കാണാനും ഈശ്വരന് വലിയ താല്പര്യമാണ്. ശരിയാ രാജേന്ദ്ര, താനീ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കൊക്കെ ഞാൻ എന്ത് തന്ന കടം വീട്ടുക? താൻ എന്താ ഈ പറയുന്നേ? എന്റെ അച്ഛനും തന്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന ഗാഠമായൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. തനിക്കറിയാലോ, ആരുടെയും സഹായമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്നവനാണ് ഈ രാജേന്ദ്രൻ. എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ ആദ്യമായി വിജയകുമാറിനോട് സഹായം ആവശ്യപ്പെടുകയാണ്. എനിക്കൊരു 50,000 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. കേസും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമായിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് കരുതരുത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ, അതുകൊട്ടെ, കുട്ടിയെ കൊടുക്കാൻ സമ്മതമാണെന്ന് കാനഡക്കാരെ അറിയിക്കാലോ. അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? നിൽക്കോട്ടെ അല്ലേ? ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മുഴുവൻ നിറവേറലായിരുന്നു അമ്മുവിന്റെ ജനനം. അതിങ്ങനെ ഒരു അവസാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. താനിങ്ങനെ വെറുതെ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുക. അച്ഛനും അമ്മയൊക്കെ കിടന്നോ? ഊണെടുത്ത് വെക്കട്ടെ? ആ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ കഴിച്ചോ? എന്താ വയ്യേ? ആ, 1-2 പേരെ കാണാനുണ്ടായിരുന്നു. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വിജയേട്ടൻ ആളാകെ മാറിപ്പോയി. നീ അറിയാതെ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാകാനാണ്? വിജയേട്ടൻ ഇതുവരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അതും തുടങ്ങിയല്ലേ? അല്ല, അത് ഞാൻ വെറുതെ ഒരു കമ്പനിക്ക്. പറയണ്ട. ഇതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെയാണ്. വിജയേട്ടന് വിരോധമില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ എന്താ പറഞ്ഞത്? വിജയേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. നീ എന്നെ ഒരുപാട് ചെറുതാക്കി കളഞ്ഞല്ലോ ശശി. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇന്നേ വരെ അങ്ങനെ വല്ലതും ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ചേട്ടൻ ഇനി എന്നെ വിട്ട് എങ്ങും പോരുത് കേട്ടോ. വിട്ടുപോകാനോ? എവിടെയൊക്കെ എത്ര നാൾ അന്വേഷിച്ചിട്ടാണെന്ന് അറിയോ എന്റെ വിദ്യമോളെ ഞാൻ കണ്ടുപിടിച്ചത്? ഓക്കെ, ഞാൻ റെഡി. വാ, പോയിക്കളാം. അവനെ നോക്കി. കുറച്ചുനാൾ ഇവിടെ കറങ്ങി നടന്ന ആ വട്ടം പയ്യനല്ലേ? ആ കുട്ടി അവനെ ഇവിടുന്ന് തട്ടിയെന്നാ തോന്നുന്നത്. എന്നാ ഇനി അതിനെ നമ്മൾ തട്ടുന്നു.
പീസ് പീസാക്കി കണ്ണ് വേറെ കിഡ്നി വേറെ ആക്കി വിറ്റാലും കാശാ. അല്ല ഈ മൊത്തമായിട്ടാണെ അങ്ങനെ എന്താ വിടാം. വേണ്ട, ബൈക്കിലൊന്നും പോണ്ട. വേണം, എനിക്ക് ഇതിൽ കയറണം. അവരെ എന്നിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഓടി രക്ഷപ്പെടാലോ. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും അനുഭവിച്ച കൊണ്ടൊന്നും നീ പഠിച്ചില്ല അല്ലേ? ഒന്നും ഓർമ്മയില്ല നിനക്ക്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പറയുന്നത് അനുസരിച്ചാ മതി. അല്ല, നിന്റെ മേത്ത് ഒരു പോറിലേൽക്കുന്നത് പോലെ എനിക്ക് സഹിക്കില്ല, അറിയോ? ഇനിയും നീ ഏട്ടനെ കരയിക്കരുത് മോളെ. ചേട്ടൻ എന്താ പറയണേ? നമ്മൾ ഈ ബൈക്കിൽ പോയി എന്താ കുഴപ്പം? പറ ചേട്ടാ, പറ. ഏട്ടാ,
എന്താ മോളു? എന്റെ കയ്യിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നോക്കട്ടെ. ഏയ്. ആ, പിടിച്ച്. ഇത് എന്തിനു കിട്ടിയതാ? ഈ തമിഴ് എനിക്ക് ഫസ്റ്റ് ആഹാ. എന്താടാ ഇവിടെ ഒരു ബഹളം? വിദ്യമോൾക്ക് ഫസ്റ്റ് റാങ്ക്. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ് മോളു. എടാ വിനുവേ, ആ, പഠിത്തത്തിൽ വിദ്യമോള് നിന്നെ കടത്തി വെട്ടുന്ന ലക്ഷണമാ, സൂക്ഷിച്ചോ. സാരമില്ല, ഞാൻ സഹിച്ചു. നിങ്ങൾ ഓരോന്നും പറഞ്ഞ് ചേട്ടനെയും പുന്നാര അനിയത്തി ഒന്ന് പിണക്കാതിരുന്നാ മതി. മോളു, സൂത്രങ്ങൾ പറഞ്ഞ് ഡാഡിയും മമ്മിയും പ്രസന്റ് വരാതെ രക്ഷപ്പെടാൻ നോക്കുക. ഡാഡി എന്ത് പ്രസന്റ് തന്നാലും ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കണം. അത് റെഡി. എന്തൊക്കെയാണെന്ന് മറന്നിട്ടില്ലല്ലോ. ഐസ്ക്രീം ബാറിൽ നിന്ന് ഫലൂഡ കഴിച്ച് പാർക്കിൽ കയറി ജംബോ സർക്കസ് കണ്ട് മടങ്ങി വരുന്നു. ഓക്കെ, ഓക്കേ. വാ പോവാം. ചേട്ടൻ ഓട്ടേക്ക് ശരി പോവാതെ ചേട്ടാ പ്ലീസ്. ശരി, ഏറ്റു. മോള് മുറുക്കെ പിടിച്ചോ. മോളെ, വിദ്യമോളെ, വിദ്യമോളെ, മോളെ! നീ എന്റെ അനിയത്തിയാണ്. എന്റെ വിദ്യമോളുടെ പുനർജന്മം നിന്നെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയതല്ല. ചേട്ടൻ കരയരുത്. ചേട്ടന്റെ അനിയത്തിയല്ലേ പറയുന്നേ. വിദ്യമോളെ, ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എവിടെ വീട്? അത് കുറേ ദൂരെയാ. അപ്പോ ഡോക്ടറിനോട് ചോദിക്കണ്ടേ? എന്നാ ഞാൻ പോയി നമ്മുടെ അച്ഛനെയും അമ്മയും കൂട്ടി വരാം, മോളെ കൊണ്ടുപോവാൻ. മോള് റെഡിയായി ഇരുന്നോണം കേട്ടോ. ഇനി ആർക്കും ഒരിക്കലും എന്റെ വിദ്യമോളെ എന്നിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല, തീർച്ച. എന്റെ ഈശ്വര, വിജയകുമാർ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയാ? എന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്ത് പറയാനാ? നീയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അവളെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ? വെറുതെ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം പറയൂ. വേഗം പോയിക്കാം. നീ ഇതുവരെ എവിടെയായിരുന്നു? ചേട്ടനോട് കളിക്കാൻ പോയിരുന്നു. ഏത് ചേട്ടൻ? മായാവി ചേട്ടൻ. മേലാൽ എന്നോടോ ആന്റിയോടോ ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. നീ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഉറങ്ങിയായിരുന്നു ചേട്ടാ. ഓ, അങ്ങനെ ഉറങ്ങരുന്ന് നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പോത്ത് പോലെ കിടന്നുറങ്ങും. ആ പെണ്ണെവിടെ? അതാ അകത്തേക്ക് ഓടി. എവിടേക്ക്? ഹലോ, മിസ്റ്റർ വിജയകുമാറല്ലേ? ഞാനാ ഡോക്ടർ ഉണ്ണിത്താൻ. എനിക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, അമ്മുവിന്റെ കാര്യം തന്നെ. എല്ലാം നേരിട്ട് പറയാം.